ശ്രീ ഷാവ് പ്രസാദ് ഇവിടെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളത് ഒരു വലിയ ശതമാനം ആളുകൾ പോലും ഇത് സംഭവിച്ചത് സാധാരണക്കാരാണ്, നിരായുധരാണ്, അവർക്കിടയിലേക്കാണ് ഇത്രയധികം വലിയ നഷ്ടം, ജീവൻ പോകുന്ന ഇത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വൈകാരികമായി കൂടി ചിന്തിക്കാവുന്ന ഒരു പീരീഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം കൃത്യമായിട്ടുള്ള രാജ്യം ഏതു തരത്തിലാണ് തിരിച്ചടിക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വീഴ്ച വന്നിരിക്കുന്നതിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ചർച്ചകൾ നടക്കും. അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇത്ര വലിയ തിരിച്ചടിയാണ്. തീർച്ചയായും ഇവിടെ എങ്ങനെ ഈ ഭീകരർ ഇത്രയും ഇതിന്റെ അകത്ത് കടന്നു, അവർക്ക് എവിടെ നിന്നാണ് ലോക്കൽ സപ്പോർട്ട് കിട്ടിയത്, അവരെങ്ങനെയാണ് വന്നത്, ഇതെല്ലാം ചർച്ച ചെയ്യാതെ അതിൻ്റെതായ ബോഡികളിൽ ചർച്ച ചെയ്യപ്പെടും. അത് പബ്ലിക്കായിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷെ അതിന് നടപടി ഉണ്ടാവുകയും ചെയ്യും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യവും അതുണ്ടാകണമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാകണമല്ലോ. അവർ ഇവിടെ കടന്നു വന്നു, ഇത് നിരപരാധികളായ ടൂറിസ്റ്റുകളെ, ജനങ്ങളെ വെടിവെച്ചു കൊന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എവിടെയാണ്, എന്തുകൊണ്ട്, എങ്ങനെ അവർ കടന്നു വന്നു, എന്താണ്, എവിടെയാണ് പിഴവ് പറ്റിയത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ അകത്ത് എങ്ങനെ, അതിൽ നിന്ന് ഒരിക്കലും ഒരു സർക്കാരിന് ഒളിച്ചോടാൻ കഴിയില്ല. ഇനിയും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്യും. അത് മാത്രവുമല്ല, ഇതിന് തിരിച്ചടി ഇത് 100% ഉറപ്പല്ലേ. അതേസമയം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഇവിടെ ബോംബെയിലേക്ക് കടന്നു വന്ന് 10-200 പേരെ പച്ചയ്ക്ക് വെടിവെച്ച് കൊന്നിട്ട് ഇവിടെ പാകിസ്ഥാൻ ഒരു കല്ലെടുത്തെറിയാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു കല്ലെടുത്തെറിയാൻ. ആ സമയത്ത് ഇവിടെ അതിർത്തി കടന്നു വന്ന് ഇവിടെ നമ്മുടെ പട്ടാളക്കാരുടെ തല വെട്ടിയില്ലാത്ത മൃതദേഹങ്ങൾ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. തലയില്ലാത്ത മൃതദേഹങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒന്ന് കല്ലെടുത്തെറിയാനോ ഒന്ന് ഉറച്ച് ശബ്ദിക്കാനോ ഈ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഭീരുക്കളല്ലായിരുന്നു ഇവർ, പച്ചവയുള്ള ഭീരുക്കൾ. അതേസമയം നമ്മൾ കണ്ടതാണ് ഉറിയിൽ എന്താണ്, ബാലക്കോട്ടിൽ എന്താണ്. ഇത് ഇവർ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു. ഇനിയും തുടക്കത്തിലേ ചോദിച്ചത് ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ബലാക്കോട്ടിൽ എന്ത് ചെയ്തു, ഉറിയിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് താങ്കളും പറഞ്ഞ ആ കശ്മീരിലെ സമാധാനം അവിടെ, അതുകൊണ്ടാണല്ലോ ഇത്രയധികം ആളുകൾ അങ്ങോട്ട് ടൂറിസ്റ്റുകളായി എത്തിപ്പെടുന്നത്. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള അടുത്ത വഴിയിലേക്ക് അവർ കടന്നതുമൊക്കെ ഈ ഒരു ഉറപ്പിന്റെ പുറത്താണല്ലോ. ആ ഉറപ്പ് എങ്ങനെ ഇല്ലാതായി എന്നുള്ളതാണ് അവിടെ വീഴ്ച സംഭവിച്ചിരിക്കുക. അപ്പോഴാണ് താങ്കൾ പറയുന്നത് ഒമർ അബ്ദുള്ളയാണ് അവിടെ ഭരിക്കുന്നത്. ഒമർ അബ്ദുള്ളയ്ക്ക് അപ്പുറം അവിടെ ആരുടെ കയ്യിലാണ്? BSF ആരുടെ കയ്യിലാണ്? നേവി ആരുടെ കയ്യിലാണ്? എല്ലാം ഈ കേന്ദ്ര സർക്കാരിന്റെ കൺട്രോളിലിരിക്കുന്ന ഒരു സ്ഥലത്തേക്കല്ലേ ഇത് കയറി വന്ന് അടിച്ചിരിക്കുന്നത്? അതല്ലേ വലിയ വീഴ്ചയായി കാണേണ്ടത്. അതെന്താണ് ഞാൻ കേന്ദ്ര പറയുന്നത് കേൾക്കൂ. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അത് കേന്ദ്രഭരണ പ്രദേശമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേന്ദ്രഭരണ പ്രദേശമല്ല, അവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതുകൊണ്ട് മാത്രം കേന്ദ്ര ഗവൺമെന്റ് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്നോ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്വം ഇല്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ ജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഈ UPA ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അവിടെ ആ പ്രദേശത്തോട്ട് പോകാൻ പറ്റുമായിരുന്നോ? ആങ്ങളും പെങ്ങളും കൂടെ അവിടെ പോയി ഐസ് വാരി കളിച്ചല്ലോ കഴിഞ്ഞ വർഷം. എന്താണ് അവിടുത്തെ സ്ഥിതി മെച്ചപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് അതിന് ഒരു ഭീഷണിയായി. ഞാൻ പറഞ്ഞില്ലേ, ബോംബെ നഗരത്തിനെ കിടുക്കിക്കളഞ്ഞില്ലേ 3-4 രാത്രി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ രാജ്യത്ത് എത്ര ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പഞ്ചാബിൽ നിന്ന് വെടിയേച്ച കേൾക്കാത്ത ഒരു ദിവസമുണ്ടായിരുന്നോ 10-25 വർഷം മുമ്പ്? എത്ര നൂറുകണക്കിന് നിരപരാധികളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. കാശ്മീരിന്റെ പടികടക്കാൻ കഴിയുമായിരുന്നോ? അവിടെ നിന്നൊക്കെ കാശ്മീർ ഒരുപാട് മുമ്പോട്ട് വന്നു. മുമ്പോട്ട് പോയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എങ്ങനെ പറയാൻ സാധിക്കും? എത്ര ജീവനുകളാണ് പോയിരിക്കുന്നത്? നമ്മൾ പോയിട്ടില്ല മുമ്പോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പോലും കൃത്യമായി സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശമായിരിക്കാം, ആയിക്കോളൂ. പക്ഷേ കാശ്മീരിലെ സ്ഥിതി കഴിഞ്ഞ 5-6 ആർട്ടിക്കിൾ 370 ഡിമോളിഷ് ചെയ്ത് എടുത്തു മാറ്റിയതിനു ശേഷം കാശ്മീരിലെ സ്ഥിതി വളരെ ഗംഭീരമായി മെച്ചപ്പെട്ടു. അങ്ങനെ ഗംഭീരമായതുകൊണ്ടാണ് ലൂസായത് എന്നാണ് ചോദിക്കുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ ലൂസായതിന്റെ കാര്യം കൂടി ചോദിക്കുമല്ലോ. സ്വാഭാവികമല്ലേ? കാശ്മീരിന്റെ ടെറൈനും അതായത് ഭീകരപ്രവർത്തനത്തിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഭീകരപ്രവർത്തനത്തിനെ ഉന്മൂലനം ചെയ്യാത്ത കാലത്തോളം ആ ഭീഷണി അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അത്